ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതകാലത്തില് കർത്താവിന്റെ തിരുവചനമാകുന്ന മന്ന നമുക്ക് ശോധന കഴിക്കുവാൻ ദൈവം കൃപയോടെ നൽകി തരുന്ന വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാൻ കൃപ കാണിച്ചതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഡിസംബർ മാസത്തിന്റെ 18ാമത്തെ ദിവസം വരെ കർത്താവിന്റെ കൃപയിലായിരിക്കാൻ നമ്മെ സഹായിച്ചല്ലോ. മരണകരമായ അവസ്ഥകളിലൊക്കെ വന്നപ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ പകർന്നതുകൊണ്ട് അവിടുത്തെ കരുണ എത്ര വിലയേറിയതാണെന്ന് ചിന്തിക്കുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ വചനം നമുക്ക് ശോധന ചെയ്യാം. ഇന്നത്തെ മന്നയായി നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവവചനം അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 24-ഉം 25-ഉം വാക്യങ്ങളെ ആധാരമാക്കിയാണ്. ഇപ്രകാരം വായിക്കുന്നു: അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന് പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ എരിവുള്ള ഒരു ദൈവവേലക്കാരനെ പരിചയപ്പെടുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ദൈവവേലയെക്കുറിച്ച് പ്രസ്താവിക്കുന്ന അനുഭവങ്ങളാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18-ാം അധ്യായം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ 2ാം മിഷണറി യാത്രയോട് അനുബന്ധമായുള്ള കാര്യങ്ങളാണ് നാം പഠിക്കുന്നത്. ഈ കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പല സഭകളും സന്ദർശിച്ച് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അവിടെ ഒരു പുതിയ വ്യക്തിയെ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ പരിചയപ്പെടുത്തി തരികയാണ്. അദ്ദേഹം അലക്സാൻഡ്രിയ, ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന് പറയുന്ന സ്ഥലത്തുകാരനാണെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ 5 ഗുണങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് പഠിക്കുവാൻ തക്കവണ്ണമുണ്ട്. നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് കർത്താവിന്റെ വേലയ്ക്കായി നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതായ 5 കാര്യങ്ങളാണ് ഇന്ന് വിശുദ്ധനായ അപ്പൊല്ലോസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊല്ലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 18-ൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അലക്സാൻഡ്രിയാണ്. അദ്ദേഹം ജന്മം കൊണ്ടൊരു യഹൂദനാണ്. മാത്രമല്ല, യേശുവിനെ അറിഞ്ഞവനാണ്. യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റവനാണ് എന്നെല്ലാം പറയുമ്പോൾ അദ്ദേഹം ആരാണെന്ന് നമുക്കൊരു ചെറിയ ചിത്രം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അലക്സാൻഡ്രിയ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ബിന്ദു ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ അലക്സാൻഡ്രിയ. അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മഹാപാണ്ഡിത്യം സിദ്ധിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. യഹൂദനായതുകൊണ്ട് ദൈവത്തിന്റെ തിരുവെഴുത്തുകളിൽ വളരെ പാണ്ഡിത്യമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, നന്നായിട്ട് സംസാരിക്കുവാൻ സംസാര ചാതുര്യമുള്ളതായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു ഈ അപ്പൊല്ലോസിന്. അപ്പൊല്ലോസ് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കുവാൻ തോന്നും. അങ്ങനെ ഒരു ശൈലിയായിരുന്നു അപ്പൊല്ലോസിന്റെ ശൈലി. ആ ശൈലിയെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയപ്പോൾ ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് അവൻ പലർക്കും പ്രയോജനപ്പെട്ടവനായി തീർന്നുവെന്നാണ്. ഈ പ്രഭാതത്തില് നാം അപ്പൊല്ലോസിനെ കുറിച്ച് പഠിക്കുന്നതായ ചില പാഠങ്ങള് നമുക്ക് ഈ ഭാഗത്തു നിന്ന് ചിന്തിക്കാം. അപ്പൊല്ലോസിനെ കുറിച്ച് ഒന്നാമതായിട്ട് 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള വ്യക്തിയായിരുന്നു. തിരുവെഴുത്തുകളിൽ സാമർഥ്യം എന്ന് പറയുമ്പോൾ അറിഞ്ഞ വചനം, പഠിച്ച വചനം അത് പ്രാഗൽഭ്യത്തോട് മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള ഒരു ദൈവകൃപ ഈ അപ്പൊല്ലോസിന് ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം അവിടെ 24-ാം വാക്യത്തിൽ പറയുകയാണ്. ഇദ്ദേഹം അലക്സാൻഡ്രിയക്കാരനാണെങ്കിലും ഇദ്ദേഹം എഫെസോസിലേക്ക് വന്നിരിക്കുകയാണ്. എഫെസോസിലേക്ക് വന്ന ഈ യഹൂദൻ അദ്ദേഹം കേട്ടതായ യേശുവിനെ കുറിച്ച് അറിഞ്ഞതായ ആ വചനങ്ങള് മറ്റുള്ളവരോട് എരിവോട് കൂടി എന്താണ് സൂക്ഷ്മമായിട്ട് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതാണ് 25-ാം വാക്യത്തിൽ നാം മനസ്സിലാക്കുക. ആത്മാവിൽ എരിവുള്ളവർക്ക് മാത്രമേ
കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ എന്ന വസ്തുതയാണ് അപ്പല്ലോസിൽ നിന്നും പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്ന വലിയ ഒരു വസ്തുത എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വേല അത് വ്യാപിക്കണമെങ്കിൽ ആത്മാവിൽ എരിവ് നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നാം ഒരു തീഷ്ണതയുള്ള വ്യക്തി ആയിരിക്കണം. ദൈവവചനം കേട്ടത്, വിശ്വസിച്ചത് മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള ഒരു ഉത്സാഹത്തെയാണ് ആത്മാവിൽ എരിവെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ആത്മാവിന്റെ എരിവാണ് ദൈവവചനം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ. എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മില് രൂഢമൂലമായിരിക്കുന്ന വിശ്വാസത്തിന്റെ പടവുകളിൽ നിന്നുകൊണ്ട് നാം വിശ്വസിക്കുന്ന കർത്താവിനെ മറ്റുള്ളവരിലേക്ക് പകരുന്നതായ ഒരു വാഞ്ച അത് അപ്പല്ലോസിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. മാനസാന്തര സ്നാനത്തെ കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന് അറിയാവൂ. എന്നാൽ യോഹന്നാൻ സ്നാപകനാൽ യേശുവിനെ കുറിച്ചുള്ളതായ ആ വസ്തുത അദ്ദേഹം കേൾക്കുകയുണ്ടായി, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് എഫെസോസിൽ വന്നപ്പോൾ അദ്ദേഹം പള്ളികൾ തോറും സഞ്ചരിച്ച് യഹൂദന്മാരോട് യേശുവാണ് മശിഹ എന്ന് വളരെ പ്രാഗൽഭ്യത്തോടുകൂടി അവരെ സമ്മതിപ്പിക്കുവാൻ തക്കവണ്ണം അവരോട് സംസാരിച്ചതെന്ന് ഈ 18-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അദ്ദേഹം അങ്ങനെ പ്രസംഗിക്കുന്ന ആ പ്രസംഗം ശ്രദ്ധിച്ചതായ 2 വ്യക്തികളെ അവിടെ പറയുന്നുണ്ട്, അക്വിലാസും പ്രിസ്കില്ലയും. ഇവർ കൂടാരപ്പണി ചെയ്യുന്നതായ 2 വ്യക്തികളാണ്. അവർ എഫെസോസിലും കൊരിന്തിലും ഒക്കെ ഇങ്ങനെ മാറി മാറി താമസിച്ച് വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പല്ലോസിന്റെ പ്രസംഗം കേൾക്കുന്നത്. അപ്പല്ലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഇദ്ദേഹം നല്ല പ്രയോജനപ്പെട്ട ഒരു ദൈവ പൈതലാണ്. അദ്ദേഹത്തിന് കുറെ കാര്യം കൂടി ഗ്രഹിപ്പിക്കാനുണ്ടെന്ന് പരിശുദ്ധാത്മാവിനാൽ ആലോചന പ്രാപിച്ച ഇവര് അപ്പല്ലോസിന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനവധി കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവർ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അങ്ങനെ അപ്പല്ലോസ് ഈ ദൈവസഭയുടെ ആ ഒരു നടുന്ന കർമ്മത്തില് ആരംഭകാലത്ത് പൗലോസിനോടൊപ്പം ചേർന്ന് അനേക സഭകൾ സന്ദർശിച്ച് വിശ്വാസികൾക്ക് പ്രയോജനപ്പെട്ട ഒരു പാത്രമായി തീർന്നു എന്ന് നാം പഠിക്കുമ്പോൾ, ഈ കാലങ്ങളിൽ 21-ാം നൂറ്റാണ്ടിലായിരിക്കുന്നതായ നാം കർത്താവിന്റെ വേലയിൽ എത്രമാത്രം എരിവോടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമ്മെ കുറിച്ചൊന്ന് ശോധന ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ നമ്മെ സമർപ്പിക്കാം. നാം ദൈവത്തിന്റെ തിരുവചനം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ആ കാലത്ത് ദൈവത്തിന്റെ തിരുവചനം ഇതുപോലെ ഒരു പുസ്തകമായിട്ട് ആരുടെയും കരങ്ങളിൽ ഇല്ല. അവർ റബിമാരുടെ അടുക്കലും പരീക്ഷന്മാരുടെ അടുക്കലും പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളും കയ്യെഴുത്ത് പ്രതികളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്താണ് അതിനകത്ത് പാണ്ഡിത്യം നേടുവാൻ ദൈവത്തിന്റെ ദാസന് സാധിച്ചതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഈ കാലങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ദൈവവചനം നാം എത്രമാത്രം എരിവോടും തീഷ്ണതയോടും പ്രാർത്ഥനയോടും പഠിക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാം സംസാരിക്കുമ്പോൾ നാം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് പകരേണ്ടത് ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളോടുകൂടി ആയിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ദൈവത്തിന്റെ വചനം പകരുമ്പോൾ ആ സൗമ്യതയോടെ ആത്മാവിലാണോ കർത്താവിന്റെ വചനം മറ്റുള്ളവരിലേക്ക് പകരുന്നത് എന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ഒന്ന് ശോധന കഴിക്കുവാൻ അപ്പല്ലോസിന്റെ ജീവിതം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പല്ലോസിൽ നാം കാണുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, അദ്ദേഹം സൂക്ഷ്മമായി ദൈവവചനം പഠിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുവാൻ ആഗ്രഹിച്ച് അപ്പോസ്തലന്മാരോടൊപ്പം ചേർന്ന് എഫെസോസിൽ പ്രവർത്തിച്ച് കൂടുതലായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ വേല ചെയ്യുവാൻ അദ്ദേഹം ഒരുക്കപ്പെടുകയുണ്ടായി. അത് മാത്രമല്ല, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ദൈവകൃപയാൽ വിശ്വസിച്ചവർക്കൊക്കെയും വളരെ പ്രയോജനപ്പെട്ട ഒരു മാനപാത്രമായിരുന്നു എന്ന് ദൈവത്തിന്റെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന വാഗ്ദത്തം കൊടുത്തു. നമ്മിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്നവര് അവരുടെ ജീവിതകാലത്ത് എല്ലാം ഇപ്പോഴും അത് അനുഗ്രഹമായി വർദ്ധിക്കുവാൻ തക്കവണ്ണം വളരെ തീഷ്ണതയോടും ഭക്തിയോടും എരിവോടും സൗമ്യതയോടും വ്യക്തിത്വങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം പകരുമ്പോൾ ഒരിക്കലും അവർക്കത് മറന്നു പോകുവാൻ കഴിയത്തില്ല. നാം അവർക്ക് പ്രയോജനപ്പെടുന്നത് പോലെ അവരും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെട്ടവരായി തീരുവാൻ ഇടയായിത്തീരും. അപ്പല്ലോസിലൂടെ നാം ശ്രമിച്ചതായ ഈ ആഴമായ സ്വഭാവ ഗുണങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുക്കുവാൻ ഈ 18-ാം തീയതി, ഡിസംബർ 18-ാം തീയതി 2023 നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തരുന്ന ഓരോ ദിവസവും അവിടുത്തെ സന്നിധിയിൽ നമ്മെ നിർത്തിയിരിക്കുന്നത് അവിടുത്തേക്ക് മഹത്വം കൊടുക്കുവാനും നല്ല സാക്ഷീകരണത്തിലൂടെ അനേകരിലേക്ക് ദൈവസ്നേഹം പകരപ്പെടുവാനുമാണ്. അപ്പൊല്ലോസിനെ പോലെ ആത്മാവിലേരിയുള്ളവരായി യേശുക്രിസ്തുവിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് വസിച്ചുകൊണ്ട് അവിടുത്തെ ഭാവത്തിലൂടെ നമുക്ക് മറ്റുള്ളവരോട് ഇടപെടുവാൻ ദൈവം നമുക്ക് തരുന്ന നാളുകളിൽ നമ്മെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രഭാതത്തില് ദൈവം തന്ന വചനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ രാജാവേ, നല്ലൊരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതുകൊണ്ട് സ്തോത്രം. നല്ല ഒരു വചനം, നല്ല ഒരു വ്യക്തിയെ പരിചയപ്പെടുവാൻ അവിടുത്തെ വചനത്തിലൂടെ സാധ്യമാക്കി തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അപ്പൊല്ലോസിനെ കുറിച്ച് കർത്താവ് തന്നിരിക്കുന്ന അറിവിനായിട്ട് സ്തോത്രം. അലക്സാണ്ട്രിയയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് യഹൂദ വംശത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തി എഫെസോസിൽ വന്നപ്പോൾ അനേകർക്ക് പ്രയോജനപ്പെട്ട ഒരു മാനപാത്രമാകുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ, അവിടുത്തെ വചനങ്ങളെ കർത്താവെ മറ്റുള്ളവരിലേക്ക് പകർന്ന് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം എടുത്തുപയോഗിച്ച ആ ദാസനായി ഞങ്ങൾ ഓർക്കുന്നു. ആ സ്വഭാവങ്ങൾ അടിയങ്ങളിലേക്കും പകർന്നു കിട്ടുവാൻ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവമേ, മനുഷ്യരിൽ സ്നേഹവും വിശ്വാസവും ഇല്ലാത്ത ഒരു കാലത്തടിയങ്ങൾ ജീവിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവെ, അങ്ങയിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയും ഞങ്ങളുടെ വാഞ്ചയും വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കൃപാരണമേ. തരുന്ന ദിവസങ്ങളൊക്കെയും അങ്ങയ്ക്ക് മഹത്വം ചാർത്തുവാൻ സഹായിക്കണമേ. രോഗപീഠകളാലും പ്രയാസങ്ങളാലും വലയുന്ന ഓരോരുത്തരോടും കരുണ കാട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിലണിയങ്ങളെ മറച്ചു കൊള്ളണം. അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കണം. മാനവും മഹത്വം എടുക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ദൈവം നമ്മെ ശക്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.